പരിശുദ്ധ റമദാനിൻ്റെ പകുതി മിക്കവാറും കഴിഞ്ഞുപോയി. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ വളരെ സന്തോഷത്തോടു കൂടി കഴിഞ്ഞ ദിവസങ്ങളെ നോക്കിക്കാണാൻ കഴിയുന്നവരാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷവും. ഒരുപാട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധിച്ചു, അൽഹംദുലില്ലാഹ്. അതുപോലെ മനസ്സിനും നമ്മളുടെ പരിസരങ്ങൾക്കുമൊക്കെ ഒരു വിശുദ്ധിയും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു തോന്നലുമൊക്കെ അള്ളാഹുവിൻ്റെ തൗഫീഖോട് കൂടി നമുക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു സന്ദർഭമാണ്. ഇനി കുറച്ച് ദിവസം കൂടിയുണ്ട്, 10-15 ദിവസം കൂടിയുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്തണം, ഒന്നും വിട്ടുപോകാതെ ഉപയോഗപ്പെടുത്തണം എന്നുണർത്തുകയാണ്. വാസ്തവത്തിൽ ഒരു റമദാൻ മാസത്തിൽ ഒരു മാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നമസ്കാരവുമായി ബന്ധപ്പെട്ട സംഗതികൾ മാത്രം ആലോചിച്ചാൽ ഫർള് നമസ്കാരങ്ങൾ ഒരു ദിവസം 17 റക്അത്ത് ഫർള് നമസ്കാരം നമ്മൾ നിർവഹിക്കുന്നുണ്ട്. തറാവീഹ് നമസ്കാരം ഒരു ദിവസം 11 റക്അത്തുണ്ട്. ഇതെല്ലാം കൂടുമ്പോൾ അത് ഒരു 400-ലധികം റക്അത്ത് നമ്മളൊരു ഈ മാസം മാത്രം നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നുണ്ട്. ആ 400 റക്അത്ത് മാത്രമല്ല ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ അതിൽ സുന്നത്തുകളോടുകൂടി ഉപയോഗപ്പെടുത്തിയാൽ ഓരോ ഫർദ് നിസ്കാരത്തിൻ്റെയും കൂടെയുള്ള 2 റക്അത്ത് സുന്നത്ത് കൂടി നോക്കുകയാണെങ്കിൽ അതൊരു 700 മാറി. അപ്പോൾ 700 റക്അത്ത് ഈ ഒരു റമദാൻ മാസം നമ്മൾക്ക് നിർവഹിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് വളരെ സന്തോഷം നൽകേണ്ട ഒരു സംഗതിയാണ്. അത് ആത്മാർത്ഥമായി വളരെ നീയത്തോടു കൂടി ഭക്തിയോടു കൂടി നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു നേട്ടമാണ് ഈ മാസത്തിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. ആ 700 റക്അത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ അതിൽ 1400-ലധികം സുജൂദ് നമ്മൾ ചെയ്യണം. അല്ലാഹുവിന്റെ മുമ്പിൽ ഒരു മാസത്തിൽ 1400-ലധികം പ്രാവശ്യം നമ്മൾ തല നെറ്റി നിലത്ത് വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവമാണ്. അതുപോലെ നമ്മൾ റുക്കോയ്, ഇങ്ങനെ ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ ഒരു മാസം കൊണ്ട് നമ്മളുടെ 5 നേരത്തെ നമസ്കാരവും തറാവീഹും സുന്നത്ത് നമസ്കാരവും മാത്രം നോക്കിയാൽ തന്നെ നമ്മൾ എത്ര നമ്മൾക്ക് സന്തോഷം ഉണ്ടാകേണ്ടതാണ്. അതൊക്കെ ശരിയായ അർത്ഥത്തിൽ ആത്മാർത്ഥമായി നിർവഹിക്കാൻ ഒന്നും നഷ്ടപ്പെടാത്ത രീതിയിൽ എല്ലാം നിർവഹിച്ച ഒരാൾക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആ തരം എല്ലാ അമലുകളും അവൻ സ്വീകരിക്കുമാറാകട്ടെ. ഏതായാലും അങ്ങനത്തെ ഒരു ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കുറേശ്ശെ റമദാന്റെ തുടക്കത്തിലുണ്ടായിരുന്ന ആ ആവേശം കുറേശ്ശെ ഇങ്ങനെ കുറഞ്ഞു പോകുന്നത് ആയി നമ്മുടെ പള്ളിയിലൊക്കെ കാണുമ്പോൾ വലിയ കുറവൊന്നുമില്ല. അപേക്ഷികമായൊക്കെ ഈ വർഷം വളരെ കൂടുതൽ നമ്മുടെ യുവാക്കളും അതുപോലെ എല്ലാവരും വളരെ താല്പര്യത്തിലുണ്ട്. അത് നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുക. ബാക്കി പരിപാടികൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ആ നിസ്കാരവും അതുപോലെ തറാവീഹും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പിന്നെ കിട്ടൂല. പിന്നെ നമുക്കിനി ഒരു വർഷം കഴിഞ്ഞിട്ടേ ഇതുപോലത്തെ ഒരു മാസം നമ്മുടെ മുമ്പിൽ വരുള്ളൂ. ഇത്രയധികം നമുക്ക് അമല് ചെയ്യാനുള്ള അവസരം ഇനി നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ആ കാര്യം വളരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് പ്രത്യേകം ഉണർത്തുകയാണ്. ശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലെ ഒരു വചനാണ് ഞാൻ ഓതിയത്. അത് ബദർ യുദ്ധത്തെ സംബന്ധിച്ചാണ്. റമദാൻ 17 നടന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു യുദ്ധമാണ് ബദർ യുദ്ധം. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയൊക്കെ മക്കത്ത് നിന്ന് അവരുടെ യാതൊന്നും എടുക്കാൻ പോലും സമ്മതിക്കാതെ അവരുടെ സ്വത്തും വീടും കുടുംബവും എല്ലാം മക്കത്ത് ഉപേക്ഷിച്ചിട്ട് അവർക്കൊക്കെ മദീനത്തേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ഒരു പ്രത്യേകമായ സാഹചര്യമായിരുന്നല്ലോ ആ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും റസൂലിന്റെ സഹായബാക്കളും ഒക്കെ അനുഭവിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു അവസരം കിട്ടിയതാണ് അവർക്ക് അവരുടെ
ഈ ഈ സന്ദർഭത്തിൽ ബദറില് പോയിട്ട് ഒരു കച്ചവട സംഘം ബദറിലേക്കൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടേത് മുഴുവൻ പിടിച്ചെടുത്ത ആ കച്ചവട സംഘത്തെ ഒന്ന് തടഞ്ഞു നിർത്തണം എന്ന് വിചാരിച്ചാണ്. ആ ഒരു ഉദ്ദേശത്തിലാണ് യഥാർത്ഥത്തിൽ മദീനയിൽ നിന്ന് ഈ നബിയും കൂട്ടരുമൊക്കെ ഈ പോയത്. പക്ഷെ അള്ളാഹു തീരുമാനിച്ചത്, അള്ളാഹുവിന്റെ വിധി അങ്ങനെയായിരുന്നില്ല. അള്ളാഹു കച്ചവട സംഘത്തെ രക്ഷപ്പെടുത്തി. കച്ചവട സംഘം മെല്ലെ അവരുടെ സ്വത്തും കാര്യങ്ങളൊക്കെയായി മക്കത്തേക്ക് അങ്ങോട്ട് രക്ഷപ്പെട്ടപ്പോ പിന്നെ കേൾക്കാൻ കഴിയുന്നത് മക്കത്ത് നിന്ന് വലിയൊരു സൈന്യം മദീനയെ ആക്രമിക്കാൻ വേണ്ടി, നബിയെയും സഹാബാക്കളെയും ആക്രമിക്കാൻ വേണ്ടി വലിയൊരു സൈന്യം പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരം അറിഞ്ഞപ്പോഴാണ് അതൊരു യുദ്ധമായി മാറിയത്. അങ്ങനെയാണ് ബദർ യുദ്ധം എന്ന യുദ്ധം ഉണ്ടാകുന്നത്. നമുക്കറിയാം, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. അവരെ കൂടെ കാര്യമായ അവരുടെ കൂടെ ആയുധങ്ങളില്ല. കാരണം ഒരു യുദ്ധത്തിന് വേണ്ടി പോയതൊന്നുമല്ല, അവരൊരു യുദ്ധത്തിന് വേണ്ടി പോയതൊന്നുമല്ല. സാധാരണ അവർ കയ്യിൽ വെക്കുന്ന അവരുടെ ജീവിതത്തിന്റെ ഭാഗമായുള്ള ചില ആയുധങ്ങൾ അവരുടെ കൂടെ ഉണ്ട്, കുറച്ച് വാഹനങ്ങളുണ്ട്. എല്ലാവരും യുദ്ധത്തിന് പോകാനൊന്നും ആഹ്വാനമൊന്നും ഉണ്ടായിട്ടില്ല. പോണ കുറെ ആൾക്കാർ പോയി, അങ്ങനെ 313 ആളുകൾ അത്രേ ആൾക്കാരുണ്ടായിരുന്നുള്ളൂ. പക്ഷേ മക്കത്ത് നിന്ന് വലിയ ഒരു സംഘം യുദ്ധത്തിനായിട്ട് സർവ്വസന്നാഹത്തോടു കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. ഇവര് യുദ്ധത്തിനൊന്നും തീരുമാനിച്ചു അല്ല, അവര് യുദ്ധത്തിലേക്ക് എത്തിപ്പെടുകയാണ് ഇവർ ചെയ്തത്. അങ്ങനെയാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത്. അവരെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയായിരുന്നു. ആ പ്രാർത്ഥനയായിരുന്നു അവരുടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബദർ യുദ്ധത്തിന്റെ തലേ ദിവസമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുമ്മ ഇൻ തഹ്ലിക ഹാദിഹിൽ ഉസാബ ലമാ തുഅബദു ഫിൽ അർളി ബഅദു. പടച്ചോനെ, ഈ ടീമിനെങ്ങാനും, ഈ കുറച്ച് ആളുകളെ ഇവരെങ്ങാനും നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്നെ മാത്രം ആരാധിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം തന്നെ ഈ ഭൂമിയിൽ ഇല്ലാതെയായി പോകട്ടോ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കൊണ്ടാണ്. പ്രാർത്ഥനയുടെ ആഴം കണ്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്ന് റസൂലിന്റെ അടുക്കൽ നിന്ന് സമാധാനിപ്പിച്ചു. റസൂലേ, അള്ളാഹു അതിന് നമുക്ക് വഴിയുണ്ടാക്കും, ഇതൊക്കെ കാണണോനല്ലേ അള്ളാഹു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിച്ച്, അങ്ങനെ വളരെ ദുർബലരായ കുറെ ആളുകൾ, ആയുധങ്ങളില്ലാത്ത കുറെ ആളുകൾ അവരുടെ മനോധൈര്യവും ഈമാനും ഏകദൈവാരാധനയിലുള്ള അവരുടെ തൗഹീദും കൈമുതലായിട്ട് അവര് ഉറച്ചു നിന്നപ്പോൾ അങ്ങനെയാണ് ബദർ ഉണ്ടാകുന്നത്. ആ ബദറിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അള്ളാഹുവാണ് നിങ്ങളെ സഹായിച്ചത്. ഈ ബദറിൽ സഹായിച്ചത് അന്തും അതില്ലത്തുൻ, നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ദുർബലരായിരുന്നു. നിങ്ങൾ വളരെ ദുർബലരായി നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായമുണ്ടായി. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കണം. അത് ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങളുടെ നന്ദിയുടെ ഭാഗമാണ്. നന്ദിയുള്ളവരായി നിങ്ങൾ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് പറയുകയും, സഹാബാക്കൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നേട്ടമായി അത്ഭുതം കൂറിയ സംഭവമാണ് കമ്മിൻ ഫിഅത്തിൻ ഗലബത് ഫിഅതൻ കമ്മിൻ ഫിഅത്തിൻ ഖലീലത്തിൻ ഗലബത് ഫിഅതൻ കസീറതൻ. നേരത്തെ വിശുദ്ധ ഖുർആൻ ഉണർത്തിയ ഒരു ആശയമാണ്. എത്ര കൊച്ചു സംഘങ്ങൾ വലിയ വൻകിട സംഘങ്ങളെ തോൽപ്പിച്ചിട്ടുണ്ട്, അവരെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ തൗഫീഖോട് നടക്കുന്ന കാര്യമാണ്. മനുഷ്യൻ അവന്റെ വിശ്വാസവും ഈമാനും ഏകദൈവാരാധനയിലുള്ള ഉറച്ച നിലപാടുമൊക്കെ അവനെ കൂടുതൽ ധൈര്യവാനും ശക്തനും ആക്കി തീർക്കുകയും ഏത് പ്രതിസന്ധികളെയും നേരിടാൻ അവനെ പ്രാപ്തനാക്കുകയും ചെയ്യും. അവന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം ആ കാലഘട്ടങ്ങളിലൊക്കെ നമുക്കറിയാം പ്രാർത്ഥനയായി. ആ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. നമ്മൾ സമകാലീന സംഭവങ്ങളെ സംബന്ധിച്ചൊക്കെ നമ്മൾ ആലോചിക്കു പോകുമ്പോൾ ഈ ഒരു ആയുധമല്ലാതെ നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റൊരായുധം ഈ സാഹചര്യത്തിൽ നമ്മുടെ മുമ്പിലില്ല. മുസ്ലിം ലോകത്തന്നെ പ്രാർത്ഥനയുടെ ആയുധമേ കാര്യമായിട്ടുള്ളൂ. നമ്മളെ സംബന്ധിച്ചൊക്കെ ഏതായാലും ഈ ബഹുമത സമൂഹത്തിൽ ജീവിക്കണ നമുക്ക് ഈ ആയുധം നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഈ പ്രാർത്ഥനയുടെ ആയുധം പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മൾ
ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിന്റെ മുമ്പിൽ അത് മുന്നോട്ട് വെച്ച് പ്രാർത്ഥിക്കുക. അതാണ് നമുക്കുടെ ഏറ്റവും വലിയ ആയുധമായി ഉണ്ടാകുന്നത്. ബദർ നമുക്ക് നൽകുന്ന വലിയൊരു പാഠങ്ങളിൽപ്പെട്ടതാണ്. ഏകദൈവാരാധന എന്ന് പറയുന്നത്, തൗഹീദ് എന്ന് പറയുന്നത്, അതിനു വേണ്ടി അവര് ഒരുങ്ങുകയും അതിന്റെ പേരിലാണ് അവര് ഈ പറഞ്ഞ ത്യാഗങ്ങളൊക്കെ സഹിക്കേണ്ടി വരും. പലർക്കും അവരുടെ പിതാവുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്, മക്കളുമായി ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട്, സ്വന്തം വീട്ടുകാരും നാട്ടുകാരുമായിട്ടാണ് ബദറിൽ മുഴുവൻ ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ അവര് ഈ ആശയവും ആദർശവും ഈ ഏകദൈവാരാധനയും മുറുകെ പിടിച്ച് ജീവിക്കുന്നു എന്നതുകൊണ്ടും അതിന്റെ പേരിലുള്ള ഈ പീഡനങ്ങളെ പ്രതിരോധിക്കുകയൊക്കെ ചെയ്തത് കൊണ്ടാണ് അവർക്കതിനെ ആ രീതിയിൽ നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞ രുചി തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുന്നില്ലേ എന്നാണ്. നമ്മൾ ദീർഘമായി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും ഉത്തരം നൽകും. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ അതിന് അർഹരായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അതിന്റെ വശമാണ്. പലപ്പോഴും നമ്മൾ ഫലസ്തീനെ സംബന്ധിച്ചുമൊക്കെ അതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ എത്ര കാലമായി പ്രാർത്ഥിക്കുന്നത്, നമ്മൾക്ക് എത്ര കാലമായി ഇത് തോന്നുകയാണ്. വാസ്തവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വരെ ഒരു വലിയ ഒരു വിജയത്തിന്റെ അല്ലെങ്കിൽ വലിയൊരു രീതിയിലേക്ക് എത്തുന്നതിന് ആദ്യത്തെ 10-12 വർഷം 10-12 കൊല്ലം വെറും പീഡനങ്ങളിൽ മാത്രം റസൂലുള്ളാഹിയും സഹാബാക്കളും കഴിയേണ്ടി വന്നിട്ടുണ്ട്. പിന്നെയാണ് കുറച്ചൊരു ആശ്വാസം കിട്ടുന്നത്. അതുകൊണ്ട് മാത്രം ആശ്വാസം ഉണ്ടായിട്ടില്ല, നിരന്തരം യുദ്ധങ്ങളും മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ മുമ്പിൽ കാലം ഇത്ര കാലം തോന്നുന്നത് അതിന് അത്രയധികം ഈമാനും തെളിച്ചവും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരുന്ന അവർക്ക് തന്നെ അത്രയധികം കാലങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളമൊക്കെ പലതരം ന്യൂനതകളും പോരായ്മകളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മളൊക്കെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ വേണ്ടത്ര അതിന് അർഹരായിത്തീരുന്നില്ല. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിന് അർഹത ഉണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മൊത്തത്തിൽ നമ്മൾ ഈ തരം കാര്യങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട സംഗതിയാണ് പല വിഷയത്തിലും. ഇപ്പൊ ബദരീങ്ങളെ കാര്യം തന്നെ നമ്മൾ ആലോചിച്ചു നോക്കുക. ബദരീങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബദരീങ്ങളുമായി ഈ ബദർ യുദ്ധത്തിൽ പോകുമ്പോൾ റസൂലുള്ള പ്രാർത്ഥിച്ചത്, പടച്ചോനെ നിന്നോട് മാത്രം പ്രാർത്ഥിക്കുന്ന, നിന്നെ മാത്രം ആരാധിക്കണ ഈ സമൂഹത്തെ നീ നശിപ്പിക്കല്ലേ എന്നാണ്. അപ്പൊ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റി അതായിരുന്നു. പടച്ചോനോട് മാത്രമേ തേടുള്ളൂ, പടച്ചോനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, അവനെ മാത്രമേ ആരാധിക്കുള്ളൂ എന്നതായിരുന്നു ആ ബദറിൽ പങ്കെടുത്ത ആളുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡന്റിറ്റി എന്നതായിരുന്നു. പക്ഷെ നമ്മുടെ കാലം പോയ രീതി നമ്മൾ ആലോചിച്ച് നോക്ക്. അള്ളാഹിനോട് മാത്രം തേടണമെന്ന് മാത്രം പഠിപ്പിച്ച് അങ്ങനെ പോയ ഒരു അതിനുവേണ്ടി യുദ്ധം ചെയ്ത് കുറെ ഷഹീദുകളൊക്കെ ആയ ആ സഹാബാക്കളിലെ അതാണ് ബദരീങ്ങൾ എന്ന് പറഞ്ഞ ആളുകൾ. അതിന് മരിച്ച ആളുകൾക്കാണ് ശുഹദാക്കള് ബദരീങ്ങൾ എന്ന് പറഞ്ഞത്. ഓര് എന്തിനാ ശുഹദാക്കളായത്? അള്ളാഹിനോട് മാത്രമേ നിങ്ങൾ തേടാൻ പാടുള്ളൂ, വേറെ ഒരു സൃഷ്ടികളോടും തേടരുത്, വിഗ്രഹങ്ങളോട് തേടരുത്, മറ്റുള്ള ഔലിയാക്കളോട് തേടരുത്. നിങ്ങൾ അതല്ലേ പ്രധാനമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ആ ആശയം, അതിനു വേണ്ടിയാണ് അവർ ഷഹീദായത്. നമ്മളെ കാലം മറിഞ്ഞു പോയപ്പോൾ ഉണ്ടായ പ്രശ്നം എന്താണ്? അവരോട് തേടുന്ന അവസ്ഥ, ബദരീങ്ങളോട് ചോദിക്കുന്ന അവസ്ഥ, ബദരീങ്ങളോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ, അവരോട്. ഇത് ചരിത്രത്തിന്റെ ഒരു ആവർത്തനമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ അർത്ഥത്തിലും വിഗ്രഹാരാധനക്കെതിരിൽ നിലകൊണ്ട ഒരു പ്രവാചകനാണെന്ന് എല്ലാവർക്കും അറിയാം. വാപ്പാനോടും നാട്ടുകാരോടും അതുപോലെ ബാക്കി അവിടെ ഉണ്ടായിരുന്ന രാജാവിനോടും ഒക്കെ ഈ വിഷയത്തിൽ പടച്ചോനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ഈ വിഗ്രഹങ്ങൾ നിങ്ങൾ ആരാധിക്കുന്നതിന് അർത്ഥമല്ല, നിങ്ങൾ ഇതിനൊക്കെ നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറയുകയും അതിന്റെ പേരിൽ തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുകയും ഒക്കെ ചെയ്ത ഒരു വലിയ മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലമായപ്പോ ആ ഇബ്രാഹിം നബിന്റെ പ്രതിമ വെച്ചുകൊണ്ട് അറബികൾ ആരാധിക്കണ അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കാം ഫത്തഹിന്റെ സന്ദർഭത്തിൽ കഅബാലയത്തിൽ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളൊക്കെ നീക്കിയപ്പോ ആ കൂട്ടത്തിൽ ഇബ്രാഹിം നബിന്റെ വിഗ്രഹമുണ്ട്, ഇസ്മായിൽ നബിന്റെ വിഗ്രഹമുണ്ട്,
വാസ്തവത്തിൽ ഇബ്രാഹിം നബി എന്തിനാണ് ജീവിച്ചത് എന്ന് പോലും ആ ജനങ്ങൾ മനസ്സിലാക്കില്ല. ഇബ്രാഹിം നബി വിഗ്രഹാരാധനക്കെതിരിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ കാലം കുറെ കഴിഞ്ഞപ്പോൾ ആ ഇബ്രാഹിം നബിനെ തന്നെ വിഗ്രഹമാക്കിയിട്ട് അങ്ങനെ. അത് ചരിത്രത്തിന്റെ ആവർത്തനമാണ്, മനുഷ്യന്റെ ദൗർബല്യമാണ്. മനുഷ്യൻ നല്ല മനുഷ്യന്മാരാണ് തോന്നുന്ന ആളുകളെ അവരങ്ങനെ വലുതാക്കി അവസാനം അവർ പടച്ചോന്റെ സ്ഥാനത്തേക്കാണ് വെച്ചു കൊടുക്കും. ചിലപ്പോ അത് വിഗ്രഹമായിട്ടാണ് മാറും. കാലങ്ങൾ കൊണ്ടത് വിഗ്രഹം, എല്ലാ വിഗ്രഹങ്ങളും രൂപപ്പെട്ടു വന്നത് അങ്ങനെയാണ് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലെ വിഗ്രഹങ്ങളെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ലാ തദറുന്ന ആലിഹത്തക്കും വലാ തദറുന്ന വദ്ദൻ വലാ സ്വാഅൻ വലാ യഗൂസ വയഊഖ വനസ്ര. അതൊക്കെ നൂഹ് നബിന്റെ കാലത്തുണ്ടായിരുന്ന വിഗ്രഹങ്ങളുടെ പേരാണ്. വദ്, സ്വാ, യഗൂസ്, നസ്ർ എന്നൊക്കെ. ഇതിനെ പറ്റിയൊക്കെ ഇത് നല്ല മനുഷ്യന്മാരായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, വളരെ നല്ല മനുഷ്യന്മാരായിരുന്നു. ആ സമൂഹത്തിൽ ആളുകളെ നന്മയിലേക്ക് ക്ഷണിച്ച നല്ല നല്ല മനുഷ്യന്മാരായിരുന്നു ഇവര്. പക്ഷെ അവര് മരിച്ചപ്പോ പിശാച് ഈ പിൽക്കാലത്ത് വന്ന ആളുകളോട് നിങ്ങൾക്ക് അവരോട് സ്നേഹമല്ലേ, നിങ്ങൾക്ക് അവരെ ബഹുമാനിക്കണ്ടേ എന്നുള്ള മനസ്സിൽ ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കിയിട്ട് പറഞ്ഞ് ഏറ്റവും ചെറിയത് ഇരുന്നിരുന്ന സ്ഥലമെങ്കിലും നിങ്ങൾക്ക് ഒന്ന് മാനിച്ചൂടെ എന്ന് പറഞ്ഞ് അവരുടെ ഇരിപ്പിടത്തെ ഒരിങ്ങനെ കുറച്ചിങ്ങനെ മാനിക്കാൻ നോക്കുന്നത്. വദ്ദ് എന്ന് പറഞ്ഞ മനുഷ്യൻ, നല്ല മനുഷ്യൻ ഇരുന്ന സ്ഥലമാണ്. അപ്പൊ അതൊന്ന് നമ്മളൊന്ന് ശരിയാക്കണം. അതങ്ങനെ ആക്കി അവസാനം പിന്നെ പിശാചങ്ങനെ ദുർബോധനം നടത്തി വദ്ദിന്റെ വിഗ്രഹങ്ങൾ ഉണ്ടായി, പിന്നെ കല്ലുണ്ടായി. അങ്ങനെയാണ് ഈ വിഗ്രഹം വരുന്നത്. എല്ലാ വിഗ്രഹങ്ങളും അങ്ങനെയാണ്. നല്ല നല്ല മനുഷ്യന്മാർ അത് തന്നെയാണ് മുസ്ലിം സമൂഹത്തിലേക്കും അങ്ങനെ തന്നെ വരിക. അങ്ങനെയാണ് ബദരീങ്ങള്. വിഗ്രഹങ്ങളൊന്നും ഇപ്പോൾ ഏതായാലും ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മുടെയൊക്കെ നെക്സ്റ്റ് ജനറേഷൻ ആകുമ്പോൾ ബദരീങ്ങളെ വിഗ്രഹം ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബദരീങ്ങളെ വിഗ്രഹം ഉണ്ടാക്കുക, ഔലിയക്കാർ എന്ന് പറഞ്ഞ് പല ആളുകളുടെ വിഗ്രഹങ്ങൾ ഉണ്ടാകുക. കാരണം അവരൊന്നും ചിത്രമില്ലാത്തതുകൊണ്ടാണ്. ഈസാ അലൈഹിസ്സലാം പിന്നെ പ്രബോധനം ചെയ്ത പ്രബോധനം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് ഈസാ അലൈഹിസ്സലാം പറഞ്ഞത്. അങ്ങനെ കൃത്യമായി പ്രബോധനം ചെയ്ത ഈസാ അലൈഹി ഇസ്ലാമിന് വിഗ്രഹം ഉണ്ടായി. എന്താണ്? ഏതോ ഒരാള് ഈസാ അലൈഹി ഇസ്ലാമിന്റെ ഒരു ചിത്രം വരച്ചു, പിൽക്കാലത്ത് ഒരു ചിത്രം വരച്ചു. ഇപ്പൊ ഈസാ അലൈഹി ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഒരു ചെറിയ താടിയുള്ള നീണ്ട ഒരാളിങ്ങനെ മുടിയൊക്കെ കുറച്ച് അധികമുള്ള അതാണ് ഈസാ. അതും ഈസാ നബിക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. കാരണം അതൊരു ഭാവനയിൽ നിന്ന് ഒരാൾ വരച്ചുണ്ടാക്കിയ ചിത്രമാണ്. അങ്ങനത്തെ ചിത്രങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് നബിൻ്റെതും വരും, അബൂബക്കർ സിദ്ദീഖിൻ്റെതും ഉമർ ഖത്താബിൻ്റെതും ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ഈ AI യുഗമൊക്കെ അല്ലേ, അങ്ങനെ പലതും വരുമ്പം ആളുകൾ ഒരു ചിത്രം കെട്ടി മനസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനങ്ങനെ നന്നാക്കി കാലങ്ങൾ കൊണ്ട് അവര് വിഗ്രഹങ്ങളായി മാറുകയും ആരാധിക്കപ്പെടുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന ഉണ്ട്, റസൂലിന്റെ പ്രാർത്ഥന ഉണ്ട്. എന്താണ്? പടച്ചോനെ എന്റെ വിഗ്രഹം ഉണ്ടാക്കരുത്, ഉണ്ടാകാതിരിക്കട്ടെ. അല്ലാഹു സ്വീകരിച്ചിക്കണമെന്ന് നമുക്കറിയില്ല. ഈ സമൂഹത്തിന്റെ രീതി അങ്ങനെയാണ്. അപ്പോ ആ ഒരു വലിയ സന്ദേശം നമ്മൾ ഈ ബദരീങ്ങളുടെമായി ബന്ധപ്പെട്ട് നമ്മളുടെ മുമ്പിലുണ്ട്. അപ്പൊ അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അതിനെ സംബന്ധിച്ചാണ്. പിന്നെ ബദറിനെ സംബന്ധിച്ച് മറ്റൊരു പദപ്രയോഗം വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? യൗമുൽ ഫുർഖാൻ എന്നാണ് ഇതിനെ പറ്റി പറയുന്നത്. യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ദിവസമാണത്. സത്യത്തിന്റെയും അസത്യത്തിന്റെയും അതേ പദപ്രയോഗം തന്നെ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ എന്ന് പറഞ്ഞത് ഇതുപോലെ സത്യവും അസത്യവും വേർതിരിഞ്ഞു പോകുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആനെ പറ്റിയും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ഖുർആൻ എന്ന് പറയുന്നതും നമ്മുടെ ജീവിതത്തിൽ സത്യവും അസത്യവും വേർതിരിക്കാനുള്ള ഒരു ഗ്രന്ഥമാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറേണ്ടതുണ്ട്. അതിനോടുള്ള ബാധ്യത, നമുക്ക് ധാരാളം ബാധ്യതകളുണ്ട്. വിശുദ്ധ ഖുർആന്റെ ബാധ്യത ഉണ്ട്. അള്ളാന്റെ കലാമാന്ന് നമ്മൾ വിശ്വസിക്കണം. അതിന്റെ പാരായണം നമ്മൾക്ക് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മൾ എത്രത്തോളം ഖുർആനോടുള്ള ബാധ്യത നിർവഹിക്കണം എന്നുള്ളത്. റമദാൻ മാസത്തിൽ അൽഹംദുലില്ലാഹ് കുറെ ആളുകൾക്ക് ഒരുപാട് ആ കാര്യങ്ങളിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇരുന്ന് ഖുർആൻ മറ്റു മാസങ്ങളിലേക്കാൾ കൂടുതൽ ഓതിയ ധാരാളം മനുഷ്യന്മാരുണ്ട്. ഓതാത്തവര് ആ കാര്യം കുറച്ചുകൂടി ശ്രദ്ധിക്കുക. ഒരു
അക്ഷരം നിങ്ങൾ ഖുർആൻ ഓതുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് 10 പ്രതിഫലം രേഖപ്പെടുത്തുന്നതാണ്. മൻ ഖറഅ ഹർഫൻ മിനൽ ഖുർആനി, ഖുർആൻ ഒരു അക്ഷരമല്ല, ഒരു അക്ഷരം ഖുർആൻ ഓതുമ്പോൾ ഒരു ഹർഫ് പറയുമ്പോ ഫലഹു ബിഹി ഹസനത്തുൻ, അവനൊരു നന്മ രേഖപ്പെടുത്തും. വൽ ഹസനത്തു അശറു അംസാലിഹാ, ഈ നന്മകൾ എന്ന് പറയുന്നത് അത് 10 ഇരട്ടിയായി മാറാനും സാധ്യതയുള്ള സംഗതിയാണ്. അപ്പോ വിശുദ്ധ ഖുർആനിൽ ഒരു അക്ഷരം ഓതിയാൽ, അപ്പൊ ഓരോ സൂറത്തിൽ ഇത്ര അക്ഷരങ്ങളുണ്ട്. ഒരു ഖുർആൻ നമ്മൾ ഒരു ദിവസം ഒരു ജുസ്ആണ് ഓതിയാൽ എത്ര അക്ഷരങ്ങൾ അതിൽ വരുന്നു, ആയിരക്കണക്കിന് അക്ഷരങ്ങളുണ്ട്. അതൊക്കെ പ്രതിഫലാർഹമായി മാറുന്നു എന്നാണ് റസൂൽ അത് വിശദീകരിച്ച് പറഞ്ഞു. അലിഫ് ലാം മീം എന്നൊരു ആയത്തുകൾ ഓതുമ്പോ അത് ഒരക്ഷരല്ല, 3 അക്ഷരാണ്. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഖുർആൻ ഓതണം. അത് അർത്ഥം അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ ഖുർആൻ ഓതണം. ഓതുന്നതിന് പ്രതിഫലന്റെ ദുനിയാവില് ഏക ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആനാണ്. ഓതിയ തന്നെ നിങ്ങൾക്ക് അതിന് പ്രതിഫലം കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഖുർആൻ ഓത്ത് ധാരാളമായി നിങ്ങൾ ജീവിതത്തിൽ വിടാതെ ഓതണം. തപ്പിത്തടഞ്ഞ് ഓടിക്കോട്ടെ. പല ആൾക്കാർക്കും ഓതാൻ അറിയില്ല. തപ്പിത്തടഞ്ഞാണ് നിങ്ങൾ ഓതണെങ്കിലും അതിനനുസരിച്ച് പ്രതിഫലമുണ്ട്. ഓതാൻ നിങ്ങൾ പഠിക്കാൻ ഒരുപാട് സംവിധാനം ഇപ്പൊ കഴിയും. നമ്മളുടെ മൊബൈൽ ഓണാക്കി നമ്മൾക്കിങ്ങനെ സ്വന്തമായി ആരും അറിയാതെ റൂമിലിരുന്ന് ഇതൊക്കെ ആളുകൾക്ക് ഇത്ര പ്രായവും വയസ്സൊക്കെ ആയിട്ടും ഞാൻ ഖുർആൻ ഓതാൻ പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ള ഒരു അധമബോധം ഉണ്ടാവുകയാണ്. അതൊന്നും വേണ്ട. ഒറ്റയ്ക്ക് ഇരുന്ന് നിങ്ങൾ മൊബൈൽ നോക്കി നിങ്ങളെ ഖുർആൻ പഠിപ്പിക്കുന്ന എത്രയോ സൈറ്റുകളുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഓതി 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 അങ്ങനെ പഠിക്കാം. അതൊക്കെ പഠിച്ചോളണ്ടി. അതൊക്കെ ശരിക്കും പഠിച്ചിട്ട് ഖുർആൻ ഓതാൻ കഴിഞ്ഞില്ലല്ലോ, പഠിച്ചോനെ എത്ര കാലമായി ഇത്ര ആയുസ് ജീവിച്ചിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഖുർആൻ ഓതി തീർത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞാൽ വല്ലാത്ത ഒരു ദുഃഖകരമായ സംഗതിയാണ്. നമ്മൾ ശ്രദ്ധിച്ചെങ്കിലും നമ്മൾ ബോധപൂർവം അതിന് മെനക്കെട്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവുള്ളൂ, അതൊക്കെ നടക്കുള്ളൂ. അതുപോലെ ഹിഫ്ളാക്കുക എന്നുള്ളതിന്റെ പ്രാധാന്യം ഖുർആനിൽ നമുക്ക് നിസ്കാരത്തിൽ ഓതേണ്ടതെങ്കിലും പൂർണ്ണമായി ഒന്ന് ശരിയായ രീതിയിൽ കുറച്ച് ഹിഫ്ളാക്കുകയും കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അതിന്റെ ഖുർആനെ പറ്റി ആഴത്തിൽ തദബ്ബുറുൽ ഖുർആൻ, അങ്ങനെ ഇതെല്ലാം ഖുർആനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോയാൽ ഇതൊരു ആനന്ദമാണ്. നിങ്ങളുടെയൊക്കെ പലരുടെയും സമയം നിങ്ങൾ അതിലേക്ക് വിനിയോഗിച്ചാൽ അത് നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു ആനന്ദം നൽകുന്ന ഒന്നായി മാറും. അത്തരം സംഗതികളൊക്കെ നമ്മൾ ഈ റമദാൻ മാസത്തിൽ നമ്മൾക്ക് അതിനുള്ള മനസ്സൊക്കെ ശരിക്കു വരും. അത് നമുക്ക് റമദാന് ശേഷം തുടർന്ന് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെ ഈ അർത്ഥത്തിൽ തന്നെ നമ്മൾ ഒരു ശരിയായ രീതിയിൽ ഖുർആനിലേക്കും അള്ളാഹുവിലേക്കും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിലേക്കും നമ്മൾ മടങ്ങുക. ബദരീങ്ങളെ പറ്റി നമ്മൾ എല്ലാ കൊല്ലം നിങ്ങൾ ഉണർത്തുന്ന ഒരു സംഗതിയാണ്. അത് ഈ കൊല്ലം ഉണർത്താതിരിക്കാൻ നമുക്ക് പറ്റൂലല്ലോ. നിങ്ങൾ ബദരീങ്ങൾ ആണ്ടിന്റെ മാംസം തിന്നരുത്. അത് ഹറാമായ മാംസാണ്, ഹറാമായ മാംസാണ് ബദരീങ്ങൾ ആണ്ടിന്റെ. അത് എത്ര വിശ്വാസമില്ലാതെ തിന്നാൽ പോലും ഹറാമാണ്. തിന്നാൻ പാടില്ലാത്ത മാംസങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിയതാണ് വമാ ഉഹില്ല ബി ഗൈരില്ലാഹി ബി, അള്ളാഹു അല്ലാത്തവരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അറുത്തത് എന്നുള്ളത്. ബദരീങ്ങളുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ടാണ് ആ പോത്തിനെ അറുക്കണത്, ആ പോത്തിന്റെ മാംസം തിന്നണത്. ഇത് ബദരീങ്ങള് നാളെ നമുക്ക് വേണ്ടി പടച്ചോനെടുക്കൽ ശുപാർശ നടത്തും. അവരെ നമ്മൾ നോർത്താൽ നമുക്കതിന് ഗുണം കിട്ടുമെന്ന് വിചാരിച്ചാണ് സാധുക്കളായ നമ്മളുടെ സഹോദരന്മാര് ബദരീങ്ങൾക്ക് വേണ്ടി അറുക്കണതും അതിന് പൈസ കൊടുക്കുന്നതും അതിന് മാംസം തിന്നുന്നതൊക്കെ ആ അടിസ്ഥാനത്തിലാണ്. അപ്പോ അത് നിങ്ങൾ ആ മാംസം നിങ്ങൾ തിന്നരുത്. എത്ര പടച്ചോൻ അനുഗ്രഹിച്ച എത്ര മാംസം തിന്നാൻ ചാൻസ് കിട്ടിയ നാട്ടുകാരാണ് നിങ്ങൾ. നമ്മളൊക്കെ ഏതർത്ഥത്തിലും നമുക്ക് എത്രയും തിന്നാലോ, എല്ലാ ദിവസവും തിന്നാം, ഒരു വിലക്കും ഇല്ലാത്ത രീതിയിൽ അതങ്ങനെ തിന്നുന്നുണ്ട് നമ്മൾ. ഞാൻ ബദരീങ്ങളെ ദിവസത്തിനകത്തെ ആ മാംസത്തെ തിന്നാൻ നിങ്ങൾ പോകരുത്. അത് ഹറാമായ മാംസമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. നമ്മളൊരു യുദ്ധത്തിന്റെ വക്കിലല്ല, യുദ്ധത്തിലാണ്. ഇറാനും ഒരു ഭാഗത്ത് ഇറാനും മറുഭാഗത്ത് ഇസ്രായേലും അമേരിക്കയും. ഈ സന്ദർഭത്തിൽ മുസ്ലിം മനസ്സാക്ഷി, മുസ്ലിമിന്റെ മനസ്സ് ഏതിന്റെ കൂടെ നിൽക്കണം എന്നുള്ളത്
നമ്മൾക്ക് സംശയമില്ലാത്ത സംഗതിയാണ്. നമ്മളൊക്കെ കൂടെ നിൽക്കേണ്ടത് അത് ഇറാന്റെ കൂടെ തന്നെയാണ് നിൽക്കേണ്ടത്. പക്ഷേ ചില ആളുകൾക്കൊരു സംശയം, ഇറാൻ എന്ന് പറഞ്ഞാൽ അതൊരു ഷിയ ഭരണകൂടമല്ലേ, ഷിയാക്കളുടേതല്ലേ? ആ ഷിയ സുന്നി ആ തരം വേർതിരിവുകളുടെ സാധ്യത ഈ തരം സന്ദർഭങ്ങളിൽ നമ്മളെ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഷിയ വിശ്വാസവും ഷിയാക്കളുടെ പല കാര്യങ്ങളും പരിശുദ്ധ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. അവരുടെ 12 ഇമാമുകൾ അവർ പ്രവാചകനേക്കാൾ ശ്രേഷ്ഠരാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് നമ്മുടെ വിശ്വാസവുമായിട്ട് പലതിലും ധാരാളം വ്യത്യസ്തതകളുള്ള, വിശ്വാസപരമായി തന്നെ ഒരുപാട് വൈകല്യങ്ങളും പോരായ്മകളുള്ള ഒരു വിഭാഗമാണ് ഷിയാക്കള്. പക്ഷേ അതിനേക്കാൾ ഇസ്ലാമിന്റെ ശത്രുക്കളായും മുസ്ലിങ്ങളുടെ ശത്രുക്കളായിട്ടുള്ളതും അതുപോലെ തന്നെ ആ വിശ്വാസത്തിന്റെ പേരിലല്ല, നമ്മൾ അങ്ങനെ മനസ്സിലാക്കാൻ പാടില്ല, ആ വിശ്വാസത്തിന്റെ പേരിലല്ല ഈ അമേരിക്കയും ഇസ്രായേലും ഷിയാക്കളായ അല്ലെങ്കിൽ ഈ ഇറാനിനെ ആക്രമിക്കുന്നത്. അത് അധിനിവേശത്തിന്റെയും ഫാഷിസത്തിന്റെയും ഭാഗമാണ്. എന്താണ് നമ്മളൊന്ന് ആലോചിച്ചോട്ടെ, ലോകം പോകുന്ന ഒരു പോക്ക്. എന്താണ് ഒരു ന്യായം പറയുന്നത്? ആണവ ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആര്? ഇറാൻ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കണം, അവരൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ അടുത്തൊക്കെ എമ്പാടും ആണവായുധമുണ്ട്, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. പക്ഷെ ഇറാൻ അത് ഉണ്ടാക്കാൻ പാടില്ല. അതല്ലെങ്കിൽ ദീർഘദൂര മിസൈൽ ഉണ്ടാക്കുന്നുണ്ട്, ഇവരെല്ലാവരുടെ കയ്യിലുമില്ല ദീർഘദൂര മിസൈൽ. ഇറാൻ അത് ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെയാണ്. ഇതൊക്കെ അനീതിയാണ് യഥാർത്ഥത്തിൽ. ഇത്തരം നീതിരഹിതമായ വാദഗതികൾ വെച്ചിട്ട് അവര് എന്താണ് ഒരു യുദ്ധം ഇവിടെ തുടങ്ങുകയാണ് ചെയ്തത്. മറ്റൊരു യുദ്ധത്തിന് വിധേയമായവരാണ്. മർദ്ദിതന്റെ കൂടെയാണ് എപ്പോഴും മുസ്ലിം മനസാക്ഷി, എപ്പോഴും മർദ്ദിതന്റെ കൂടെയാണ്. അത് ഏത് വിശ്വാസം ഉണ്ടോന്ന് വിശ്വാസം ഇല്ലേന്നൊന്നും നോക്കാൻ പാടില്ല, മർദ്ദിതനാണോ അല്ലേ എന്നുള്ളത്. അപ്പൊ ഈ വിഷയത്തില് ഇറാൻ മർദ്ദിത വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എന്നിട്ടും അവര് പറയുന്നു ഞങ്ങൾ ലോക സമാധാനത്തിന് വേണ്ടിയാണ്, സമാധാനത്തിന് വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്, ഞങ്ങൾ സമാധാനത്തിന്റെ വക്താക്കളാണ് എന്നാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ നിങ്ങളെ പോകുന്ന ഒരു ആയത്ത് നമുക്കറിയാമോ? ഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദ്, നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറഞ്ഞാൽ അവര് പറയും ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ കുഴപ്പമുണ്ടാക്കുന്നവരൊന്നല്ല, ഞങ്ങൾ നന്മ ഉണ്ടാക്കുന്നവരാണ്, സമാധാനത്തിന്റെ ആളുകളാണ് ഞങ്ങൾ എന്നാണ് അവർ മറുപടി പറയുക. അപ്പൊ എല്ലാ ദുർമാർഗികളും എല്ലാ കുഴപ്പക്കാരും അത് കുഴപ്പമാണ്, അക്രമമാണ് എന്ന് പറഞ്ഞിട്ടല്ല അവര് വരിക. ഞങ്ങൾ സമാധാനത്തിന്റെ ആളുകളാണ്, നന്മന്റെ ആളുകളാണെന്ന് പറയാണ് ചെയ്യുക. ശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ അവരാണ് സകല തിന്മയുടെയും അക്രമത്തിന്റെയും ഒക്കെ വക്താക്കളെന്ന് ഒരു വിഭാഗത്തെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മനസ്സ് അവിടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഹിജറല്ല പിന്നെ ക്രിസ്താബ്ദം AD 615 നടന്ന വലിയൊരു യുദ്ധമുണ്ട്. ആ യുദ്ധം ഖുർആൻ എടുത്തു പറഞ്ഞ സംഭവമാണത്. സൂറത്ത് റൂമിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. റോമാ സാമ്രാജ്യത്തിലെ ഹെർക്കുലിസ് ചക്രവർത്തിയും അതുപോലെ തന്നെ ഖുസ്രു രണ്ടാമനും തമ്മിൽ നടന്നൊരു യുദ്ധം. പേർഷ്യൻ ചക്രവർത്തിയായ ഖുസ്രുവിന്റെയും റോമൻ ക്രമചക്രവർത്തിയായ ഹെർക്കുലീസിന്റെയും അവർ തമ്മിൽ നടന്നൊരു യുദ്ധത്തെ പറ്റി വിശുദ്ധ ഖുർആൻ സൂറത്ത് റൂമിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതില് ഈ ക്രിസ്ത്യാനികൾ തോറ്റപ്പോ, ക്രിസ്ത്യാനികളാണ് റോമക്കാര്, മറ്റൊരു അഗ്നിയാരാധകരാണ്, ക്രിസ്ത്യാനികളുടെ ഭാഗത്തായിരുന്നു മുസ്ലിങ്ങൾ മുഴുവൻ. ഇന്ന് നമ്മളിപ്പോ യഥാർത്ഥത്തില് ഒരു ഷിയ സുന്നി എന്നൊന്നും നോക്കാതെ സകല മുസ്ലിങ്ങളുടെയും മനസ്സ് ഇറാന്റെ കൂടെ ഉണ്ടാകുന്ന പോലെയാണ്. അത് ഇറാൻ പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും യോജിക്കാവുന്ന കാര്യമായിട്ടല്ല. മുസ്ലിങ്ങളായ സഹാബിമാരുടെ മുഴുവൻ മനസ്സ് ക്രിസ്ത്യാനികൾ ജയിക്കണം എന്നുള്ളതായിരുന്നു. ആര്? ക്രിസ്ത്യാനികളും പേർഷ്യക്കാരും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോ ഖുർആൻ അത് എടുത്തു പറഞ്ഞു. ആ ക്രിസ്ത്യാനികൾ തോറ്റു, ആ യുദ്ധത്തിൽ തോറ്റപ്പം സഹാബിമാർക്ക് ഭയങ്കര വിഷമുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊക്കെ വിഷമുണ്ടായി. ഖുർആൻ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് ആയത്തിറങ്ങി. നിങ്ങൾ പ്രയാസപ്പെടണ്ട, വയൗമഇദിൻ യഫ്റഹുൽ മുഅ്മിനൂന ബിനസ്രില്ലാഹ്, അല്ലാഹു ഈ ക്രിസ്ത്യാനികൾക്ക് വിജയം നൽകും, അന്ന് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോ കുറെ ആൾക്കാര് യേശുക്രിസ്തുവിനെ ആരാധിക്കണമല്ലേ ക്രിസ്ത്യാനികള്, ദൈവപുത്രനെ 3 ദൈവമുണ്ട് വിശ്വസിക്കണമല്ലേ, അതൊന്നും നോക്കിയിട്ടല്ല. ആപേക്ഷികമായി
മുസ്ലിങ്ങളോടും അല്ലെങ്കിൽ മുസ്ലിങ്ങളോട് അടുത്തു നിൽക്കുന്നവർ, അഗ്നി ആരാധകരും വിഗ്രഹാരാധകരെക്കാൾ കൂടുതൽ മുസ്ലിങ്ങളുമായി അടുത്തു നിൽക്കുന്നവര് പേർഷ്യക്കാരെക്കാൾ മുസ്ലിങ്ങളുടെ മനസ്സൊക്കെ അതുപോലെ. അപ്പൊ അതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ഏതർത്ഥത്തിലും ഇറാന്റെ കൂടിയാണ് ഉണ്ടാകേണ്ടത്. ഇറാന് എന്ത് ദോഷങ്ങളുണ്ടെങ്കിലും ഇത്തരം ഘട്ടങ്ങളിൽ പൊതു ശത്രുവിനെ ശത്രുവായി കാണാൻ നമുക്ക് സാധിക്കണം. അമേരിക്കയുടെയും ഇസ്രായേലുമാണ് യഥാർത്ഥത്തിൽ പൊതുശത്രു. അവര് യാതൊരു ന്യായമില്ലാതെ മുസ്ലിം രാഷ്ട്രങ്ങൾക്കെതിരെ അവർ യുദ്ധം നടക്കുകയാണ്, നശിപ്പിക്കുകയാണ്. ഇതിന്റെ നാശം എത്രത്തോളം എത്തുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ആ രീതിയിൽ അത്തരം കാര്യങ്ങൾ പോകുമ്പോൾ നമ്മളുടെ കൂട്ടത്തിൽ നമ്മളിൽപ്പെട്ട ചില ആളുകൾക്ക് തന്നെ അത് ഷിയാക്കളല്ലേ, അവർക്ക് അങ്ങനെയൊക്കെ കിട്ടണം, അവരാളങ്ങനെ മരിക്കണം, അത് വിറക് എന്താണ് ചില ആളുകളൊക്കെ പറഞ്ഞ് നരകത്തിന്റെ വിറകാണ് ആ മരിച്ച മനുഷ്യൻ. അതൊരിക്കലും പറയാൻ പാടില്ല. എന്തായാലും നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒറ്റ മനസ്സായിക്കൊണ്ട് ഈ അക്രമത്തിനെതിരിൽ മർദ്ദിതന്റെ കൂടെ നിൽക്കുക എന്നതാണ് ഒരു ഇസ്ലാമിക മനസ്സാക്ഷി ഉണ്ടായിരിക്കേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ റമദാൻ ശരിയായ രീതിയിൽ നോമ്പ് എടുക്കാനും മറ്റ് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാനും ഒക്കെ തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ പോരായ്മകൾ, അബദ്ധങ്ങൾ അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി. ഈ ലോകത്തും പരലോകത്തും സുഖവും സമാധാനവും സന്തോഷവും നൽകുന്ന ജീവിതം അവൻ നമുക്ക് പ്രദാനം ചെയ്യും. നമ്മിൽ നിന്ന് നമ്മോട് യാത്ര പറഞ്ഞ, നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മളുടെ മാതാപിതാക്കൾ, ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും അവൻ പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കൂട്ടത്തിൽ കഷ്ടപ്പെടുന്ന, ദുരിതമനുഭവിക്കുന്ന, രോഗം കൊണ്ട് വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ ഫദല് കൊണ്ട് അവരെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കുകയും അവരുടെ മനസ്സിനൊക്കെ സമാധാനം നൽകുകയും ചെയ്യട്ടെ. പശ്ചിമേഷ്യയിൽ നടക്കുന്ന ഈ യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിക്കുകയും ആ നാടുകൾക്കും മുസ്ലിങ്ങൾക്കും കൂടുതൽ പരിക്കേൽക്കാത്ത രീതിയിൽ അത് നല്ലൊരു പര്യവസാനത്തിലേക്ക് എത്തുകയും ചെയ്യണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.